നിന്റെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞോന്ന് പറഞ്ഞു. അപ്പൊ എന്താ സിനിമയുടെ പേര് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഡിറ്റക്റ്റീവ് സിനിമയുടെ ചോദ്യം ചേച്ചിന്റെ പടമാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു ഞങ്ങളെ പോയി കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. സാധാരണ കാരണം ഇതിനു മുന്നേ അവര് പോയിട്ടുള്ള സിനിമകൾക്കെല്ലാം തന്നെ അച്ഛനും അമ്മക്കുള്ള പേടി നിങ്ങളെയാണ് പേടി. കാരണം നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം മോനെ പറ്റി കുറ്റം പറയാൻ പറ്റൂലല്ലോ എന്ന് പേടിച്ചിട്ട്, അല്ലെങ്കിൽ അവരുടെ സിനിമയെ പറ്റി കുറ്റം പറയില്ല, അങ്ങനെ പേടിച്ചിട്ട് അമ്മ അച്ഛൻ വീടിന്റെ സിനിമ കാണാൻ പോകില്ല, പ്രത്യേകിച്ച് എന്റെ സിനിമ. അപ്പൊ ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് പോയിക്കോ, ചീത്തപ്പേരില്ല, വലിയ പ്രശ്നമില്ലാതെ പോകും, അഭിപ്രായം ചോദിച്ചാൽ നല്ലതാണെന്ന് പറഞ്ഞാൽ മതി എന്ന് ഞാൻ പറഞ്ഞില്ല. നല്ലതാണോ ഞാൻ വെച്ചു, നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ചില സിനിമ കാണാൻ വരും രണ്ടുപേരും. അപ്പൊ എന്തായാലും നിങ്ങളെ പേടിച്ചിട്ട് ശ്രീനിവാസനൊക്കെ വീട്ടിൽ കുത്തിയിരിക്കുക, അഭിപ്രായം ചോദിച്ച് വിഷമിപ്പിക്കല്. നിങ്ങളെ പോലെ തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് സിനിമയിലേക്ക് വരണം, അല്ലെങ്കിൽ ആരും സിനിമയിലേക്ക് വരണം ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ തോന്നുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഒരു പ്രൊഡ്യൂസറിനെ കണ്ടുപിടിക്കുന്നത് എന്തൊക്കെ സ്ട്രഗിൾസ് അനുഭവിച്ചിട്ടുണ്ട്, അതുപോലെ തൊപ്പിമാവിനെ കൺവിൻസ് ചെയ്ത് എങ്ങനെയാണ്? ഒരു സ്ട്രഗിൾ ഇല്ല. ഇപ്പോൾ ഞാൻ ആദ്യം ഒരു മെയിൽ അയച്ചു, നമ്മുടെ ഫ്രണ്ട് ചെറിയൊരു ബ്രീഫ് വെച്ച് എനിക്ക് ഒരു ജോണിനെ പറ്റി മെൻഷൻ ചെയ്ത് ഒരു 10 minutes എനിക്ക് റിപ്ലൈ കിട്ടി. ഞാൻ കഥ പറഞ്ഞു, ഞാൻ 2022 സ്റ്റോറി പറയുന്നത്. സ്റ്റോറി പറഞ്ഞാൽ മാമിന് ഇഷ്ടമായി. സെക്കൻഡ് ഹാഫിൽ കുറേ സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരു വർഷം എടുത്ത് നമുക്ക് ടെസ്റ്റ് ഡിഫൈൻ ചെയ്യുന്ന കാര്യങ്ങളില്ല. പ്രൊഡക്ഷൻ ടീം കംപ്ലീറ്റ്ലി കോപ്പറേറ്റ് ആയിരുന്നു നമ്മുടെ അടുത്ത്. സോ നമ്മൾ സ്ട്രഗിൾ ഒന്നും ഇല്ലായിരുന്നു. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ സിനിമ. അപ്പോൾ പ്രീ പ്രൊഡക്ഷൻ ആണെങ്കിലും ഷൂട്ട് ടൈം ആണെങ്കിലും പോസ്റ്റ് പ്രൊഡക്ഷൻ ഇതൊക്കെ വളരെ ഈസി ആയിട്ട് പ്രോസസ് ആണ്. നിങ്ങൾ രണ്ടുപേർക്കിടയിൽ അഭിപ്രായത്തിലുണ്ടാവരുത്. അപ്പം അതൊക്കെ എങ്ങനെയാണ് സോർട്ട് ഔട്ട് ചെയ്യുന്നത്? അതിൽ ഷൂട്ടിന് മുമ്പ് തന്നെ സോർട്ട് ഔട്ട് ചെയ്തിരുന്നു. നമ്മളെല്ലാം കംപ്ലീറ്റ്ലി ഓൺ സെയിം പേജ് ആയിട്ടാണ് നമ്മൾ ഷൂട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഓൺ സെറ്റ് അങ്ങനത്തെ എന്താ പറയുക ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഒന്നും വരാറില്ലായിരുന്നു. ഞാൻ ചെയ്ത ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷൂട്ടിന് 2 ആഴ്ച മുന്നേ സ്ക്രിപ്റ്റ് കേട്ടിട്ട് സജഷൻസ് പറഞ്ഞു. നിങ്ങൾ ഭയങ്കര ടെൻഷനായി, അല്ലെങ്കിൽ ആ 2 വീക്ക് എങ്ങനെയാണ് നിങ്ങൾ പിന്നെ സ്ക്രിപ്റ്റ് ചെയ്യുന്നത്? സജഷൻ നല്ലതായിരുന്നു. അപ്പോൾ ഇൻകോർപ്പറേറ്റ് എങ്ങനെ ചെയ്യണം എന്ന് ആലോചിച്ചിട്ട് ചെറിയൊരു ടെൻഷനായിരുന്നു. പക്ഷെ അത് 2-3 ദിവസത്തിൽ സ്ക്രിപ്റ്റ് ചെയ്തു. അപ്പോൾ അത്ര വലിയ പ്രോബ്ലം ഒന്നും അല്ലായിരുന്നു. ഒരു ചെറിയൊരു പ്ലോട്ട് പോയിന്റ് ആയിരുന്നു. വലിയ ടെൻഷൻ ഇല്ലായിരുന്നു. എന്ന് പറഞ്ഞൊരു നടൻ ഒരു വർഷം അഭിനയിക്കുന്ന സിനിമകളുടെ ഇവർക്ക് അത്രത്തോളം പണം വരാത്തോണ്ട്, അല്ലെങ്കിൽ രണ്ടാളും അതിലേക്ക് റെഡിയാണ്. ഒന്നും വരുന്നില്ല, അതാണ് സത്യം. ചോദിച്ചു 7 മാസമായിട്ട് വരുന്നില്ല, വരാത്തോണ്ടല്ലേ. അത് എനിക്ക് വരുന്നു, ഞാൻ ചെയ്യുന്നു, വരുന്നു ചെയ്യുന്നു. അല്ല, നമുക്കിതിപ്പോ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് സിനിമ കഴിയുമ്പോൾ അടുത്ത സിനിമ ചെയ്യുമ്പോൾ ഒരു കഥാപാത്രത്തിലേക്ക് വരാൻ തന്നെ നമുക്ക് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പല കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഒരു വർഷം 13-15 സിനിമകൾ മിനിമം ചെയ്തിട്ടുണ്ടാവും. കഴിഞ്ഞ വർഷം ഞാൻ 13 ചെയ്തതില്ലേ. ഞാൻ നടികളിൽ ഗസ്റ്റ് റോൾ ചെയ്തിട്ടുണ്ട്, ആനന്ദ് ശ്രീബാലിൽ ഗസ്റ്റ് റോൾ ചെയ്തിട്ടുണ്ട്, ഞാൻ ബാഡ് ബോയ്സ് 3-4 ദിവസമാണ് ഞാൻ അഭിനയിച്ചിട്ടുള്ളത്. ഇതെല്ലാം കൂടിയിട്ടാണ് നിങ്ങൾ 13-14 എന്നൊക്കെ പറയണം. അപ്പൊ അതിനകത്ത് ബാക്കിയിലൊക്കെ ഞാൻ വർഷങ്ങൾക്ക് ശേഷം മാത്രമേ, വർഷങ്ങൾക്ക് ശേഷം പിന്നെ 3 സിനിമ 4 സിനിമയോടെ ഞാൻ ഫുൾ ലെങ്ത് ഉള്ള സിനിമകൾ. ബാക്കി എല്ലാത്തിനകത്തും അവിടെ ഇവിടെ ചെറുന്നൊക്കെ പറഞ്ഞ പോലത്തെ പരിപാടിയാണ്. അത് വരുമ്പോ 13-14 ഉണ്ടെന്നേ ഉള്ളൂ. അല്ലാണ്ട് ഇതിൽ 4 എല്ലാം എന്റെ കാലം ഇടരുത് കേട്ടോ. ഞാൻ ഈ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ഇതൊരു എഫർട്ട് ഉണ്ട്. ആ എഫർട്ട് എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാവർക്കും സംവിധായകർക്കും അവർക്കെല്ലാവർക്കും ഹെൽപ്ഫുള്ളാണ്. ഇതൊരു നടനെ സംബന്ധിച്ച് ഇത്ര സിനിമകൾ ചെയ്യുമ്പോൾ ഒരു കാര്യം. അപ്പൊ ഞാൻ പറയുന്ന നടൻ എന്നുള്ള രീതിയിൽ ഇത്ര സിനിമകൾ ചെയ്യുമ്പോൾ ഒരു എങ്ങനെയായിരുന്നു ഞാൻ ചോദിക്കുന്നത്? ഞാൻ ഇത്ര വളർച്ച കാണുമ്പോൾ ഒരു കാര്യം എനിക്ക് ചോദ്യം മനസ്സിലായില്ല. എന്താണ് ഞാൻ പറഞ്ഞത്? ഓരോ ആക്ടേഴ്സ്, ഞാൻ എനിക്കൊരു വിഷൻ ഉണ്ട്. ഞാൻ എങ്ങനെ അല്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു വിഷൻ എനിക്കുണ്ട്. ഞാൻ ചെയ്യുന്ന സിനിമകൾ എങ്ങനെയായിരിക്കും, ഞാൻ ചെയ്യുന്ന ഞാൻ
ഞാനും ഞാൻ പറഞ്ഞല്ലോ എങ്ങനെയാണ് എങ്ങനെയാണെന്ന് പറഞ്ഞു. ഓരോരുത്തർക്കും ഓരോ രീതികളാണ്. ഈ ഡിഫറെന്റ് ക്യാരക്ടറൈസേഷൻ ചെയ്യുമ്പോൾ മറ്റു കഥാപാത്രങ്ങൾക്ക് സാമ്യം ആവുന്നതൊക്കെ ഉണ്ടാവുക. ഞാൻ ശ്രമിക്കാറുണ്ട്. ഒരു വർഷം ഇത്രയും സിനിമ ചെയ്യുമ്പോഴേ അത് ചെയ്യുമ്പോൾ എന്നോട് ചോദിക്കുകയാണല്ലോ ഞാനിവിടെ ചോദിക്കുമ്പോൾ ഇവിടെ നാളെ നീ ഒരു സിനിമ ചെയ്യാൻ വിളിക്കണം, ഞാൻ വരുന്ന എന്റെ കഥയിൽ കൊള്ളുമെങ്കിൽ പോലും അത്രേ ഉള്ളൂ. അതാണ് ബന്ധത്തിന്റെ ഓർത്തല്ലേ എന്നോട് ചാൻസ് ചോദിച്ചു നീ അഭിനയിക്കാൻ വന്നാൽ ഞാൻ പറഞ്ഞില്ലേ ഓക്കെ ആ അത് നമ്മൾ അത്രയല്ലേ ഉള്ളൂ. അതിനൊരു ബന്ധം. നീ നാളെ സിനിമയിൽ ഞാൻ വരും, അത്രയല്ലേ ഉള്ളൂ. നാളെ ഓണിച്ചേട്ടൻ കണ്ണൂർ സ്പോട്ട് ചോദിച്ചാൽ ഞാൻ പോകും. കുറെ സിനിമകളായി വലിയ സിനിമകൾ ചെറിയ സിനിമകൾ ചെയ്യുമ്പോൾ ഈ സിനിമ പുതിയ സംവിധായകർ തീരുമാനിക്കാൻ വലിയൊരു പ്രൊഡ്യൂസറിന്റെയാണ്. അത്ര ഒരു തീരുമാനം ഞാൻ അവിടെ തീരുമാനിച്ചിട്ടുള്ള കാരണമുണ്ടാവും. പുതിയ ഡയറക്ടേഴ്സ് ആദ്യമല്ലല്ലോ, ഒരുപാട് പുതിയ ഡയറക്ടേഴ്സായിട്ട് നമ്മളിപ്പോൾ സിനിമ ചെയ്തു. ആർട്ടിക്സ് ആയാലും അപ്പം അതും പുതിയ ഡയറക്ടർ വലിയ ബഡ്ജറ്റ് കൂടിയായിരുന്നു. അത് നമുക്ക് വലിയ റിസ്ക് ആയിരുന്നു. അത് മെയിൻ ആക്ടേഴ്സ് അല്ലല്ലോ അതിലും അഭിനയിച്ചത്. ഇവരുടെ കഥ പറഞ്ഞ് നമുക്ക് ഒരു മീൻസ് അത് ഇഷ്ടപ്പെട്ടു. അവരിൽ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ ആക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് ആ കഥയ്ക്ക് അനുസരിച്ച് ആക്ടർ നമ്മൾ സെലക്ട് ചെയ്യുന്നു. നമുക്ക് 1-2 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ 1-2 ആക്ടേഴ്സിനോട് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ 3 പേരായിരുന്നു അതിലുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ ധ്യാനമായിട്ട് സംസാരിക്കുന്നത് മൂവി ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അങ്ങനെയാണ് സംസാരിക്കുന്നത്. പക്ഷെ അത് അങ്ങനെ ആ ഡിസ്കഷനിലാണ് ഞാൻ ധ്യാനോട് പറയുന്നത് എനിക്കൊരു പ്രോജക്റ്റ് ഉണ്ട്, ഞാനത് കേൾക്കുന്നു. അത് കേട്ടു, ഞാൻ ഇഷ്ടമായി. അങ്ങനെ ഞങ്ങളുടെ പ്രോജക്റ്റ് ഓണാണ്. പിന്നീട് അതിനൊരു ആഗ്രഹമുണ്ട്. ധ്യാനൊന്നും ഇല്ലല്ലോ. അതൊരു ചാൻസ് ചോദിച്ചാൽ വരാൻ നടക്കില്ലല്ലോ. നമ്മൾ ഒരുമിച്ച് ഒരു പടം ഓടിയിട്ടില്ല, ഒരു പടം ഇറങ്ങിയിട്ടില്ല, ഓടിയിട്ടില്ല പലതും. നമ്മുടെ കോപ്പാണ് അതെ. ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് അച്ഛനെ എന്റെ കയ്യിൽ 500 സ്ക്രിപ്റ്റ് ചെയ്ത് തരാമെന്നൊരു സാധനം ഓർമ്മട്ടോ? നിങ്ങളല്ലേ മധ്യസ്ഥ സ്ക്രിപ്റ്റിൽ പുള്ളി എഴുതിരക്കല്ലേ പറഞ്ഞത്. തയ്യാറാണ് ചോദിക്കും, പോയിട്ട് വീട്ടിൽ പോയിട്ട് ചോദിക്കും. ആ സ്ക്രിപ്റ്റാണ് ഞാൻ ചോദിച്ചത് ബാക്ക് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ ഓക്കെ ഓക്കെ. ഇവരൊക്കെ വീട്ടെടുത്ത് പോയി തിരിഞ്ഞു നോക്കാറുണ്ട്. നമ്മളപ്പോഴത്തേക്ക് അടുത്ത പ്രോജക്റ്റിലോട്ട് പോവല്ലേ. അവര് വിളിച്ചാൽ സംസാരിക്കും, വിളിച്ചില്ലെങ്കിലും വിഷമമില്ല. അവർക്കൊരു ഫ്യൂച്ചർ ഉണ്ടായല്ലോ, പിന്നെ അവര് അതുമായിട്ട് മുമ്പോട്ട് പോകുമല്ലേ. അങ്ങനെയുള്ളൂ. നമുക്ക് സന്തോഷമാണ്. പിന്നെ നമ്മളുടെ മൂവി കൂടെ അവർ വലിയൊരു ഡയറക്ടർ ആകുമ്പോൾ നമ്മൾ പ്രൊഡ്യൂസറാണല്ലോ റിസ്ക് എടുക്കുന്നത്. അപ്പൊ അതിൽ വിജയിച്ചു വരുമ്പോൾ അവരുടെ കഴിവുണ്ട്. പിന്നെ അത് ഫ്യൂച്ചറിൽ വിളിക്കാത്ത അവർക്ക് ഇഷ്ടമല്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി അടുത്തും കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അത് വല്ലാത്ത ലക്ഷണത്തിലേക്ക് മേടം വെച്ചായിരുന്നു. വലിയ ഇടപെടലൊക്കെ ഉണ്ടായി. പിന്നെ ആ ഒരു സിനിമയ്ക്ക് അവരെ സമീപിക്കണമെന്നോ അവരുമായിട്ട് ഇനി ഒരു കൈകോർത്ത് സിനിമ ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ടോ? ഇൻഡസ്ട്രിയിൽ എല്ലാ പണക്കവും ടെമ്പററി ആണല്ലോ. നമ്മൾ ആരും പെർമനന്റ് ഒന്നും കൊണ്ട് നടക്കില്ലല്ലോ. ചിലപ്പോൾ ഞാൻ പണക്കം കൊണ്ട് സിനിമ ചെയ്യും. സിനിമ ചെയ്തതിന് ശേഷം പടം കണ്ട് അതുകൊണ്ട് ഇവിടെ ഒന്നും പെർമനന്റ് അല്ലല്ലോ. ആ സമയത്ത് നമുക്ക് ജയിലർ വന്നപ്പോ കറക്റ്റ് ജയിലർ ഉണ്ടാകുന്ന ഒരു ക്ലാഷ്
ആ. ചെയ്തു. ഇപ്പൊ തക്കിലേക്ക് വരുമ്പോ അതില് ഞാന് ചേട്ടൻ അറിഞ്ഞുകൊണ്ടാണോ ഇത്ര ധൈര്യം കൊണ്ടൊരു നീ എന്നെ ഒതുക്കി ഇതായിട്ടുണ്ട്. അല്ല ആ ധൈര്യം എനിക്ക് തിരിച്ചു പോകുന്നുണ്ട് വേറെ കാര്യം. പക്ഷെ അത് നമ്മുടെ സുഹൃത്ത് ഡയറക്ടീവ് സിനിമയാണ് ബാലുന്നുണ്ട്, അവനാണ് പുള്ളിയാണ് നായകൻ. അപ്പൊ എന്നെ ഒരു അര ദിവസത്തേക്ക് ഞാൻ ചേട്ടാ പരിപാടി വന്നപ്പോ ഞാനത് വളരെ അതാ പറഞ്ഞ അവൻ വിളിച്ചാലും ഞാൻ പോകും, നീ വിളിച്ചാലും ഞാൻ വരും, അത്രേ ഉള്ളൂ. ഇത് നമ്മുടെ ജോലിയല്ലേ. അതിൽ ഞാൻ അതിനകത്ത് ഒരു അര ദിവസത്തെ അല്ലെങ്കിൽ ഒരു 1-2 സീറ്റിൽ മാത്രമേ ഉള്ളൂ. എന്താണ് നമ്മളെന്താണെന്ന് സ്വീകരിക്കും, അത്രേ ഉള്ളൂ. ഏതാ അത് നിങ്ങൾ ഉപയോഗിക്കുന്നില്ലേ? പിന്നെ അവരെ ഉപയോഗിച്ചോളാം. നന്ദി. ഏതാ എന്താ പറയാ? അതല്ല ഒരു കാര്യം ചെയ്യണം, എയർക്രാഫ്റ്റിൽ ഇനി തലക്കെന്തെങ്കിലും പ്രശ്നം പറ്റിയത് അതാണ്. എയർക്രാഫ്റ്റിൽ എനിക്ക് പ്രശ്നം പറ്റിയില്ല, മറ്റേ സ്റ്റൊമക്കിന്റെ എന്തോ ചോദ്യം ചോദിക്കാൻ സോഷ്യൽ കമ്മിറ്റി അവരെങ്ങനെ പറയുന്നത്. കോമഡി ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ വർക്ക്ഔട്ട് ആയിട്ട് കംപ്ലീറ്റ്ലി കൺട്രി ആയിട്ടുണ്ട്. ചേട്ടൻ അതിനുള്ള ഒരു പ്രിപ്പറേഷൻസ് പറഞ്ഞല്ലോ കുറെ മാസം വെറുതെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടി, അതാണ് സത്യം. അപ്പൊ എന്റെ അടുത്ത് വന്നപ്പോ തന്നെ പറഞ്ഞു ചൂസ് ചെയ്ത് അവസരം എന്റെ അടുത്ത് എത്തിയില്ലായിരുന്നു. പടങ്ങളൊക്കെ വരുമ്പോൾ ഓരോരോ ക്യാരക്ടർ പലരും പറയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല, ചില സജഷൻസ് പറഞ്ഞിട്ട് റെഡി ആയിട്ട് വേണം പറഞ്ഞിട്ട് പോകുമ്പോൾ തന്നെ തെരുവ് പറഞ്ഞിട്ട് പോയപ്പോൾ നമ്മൾ കണ്ടില്ല. അപ്പൊ പറഞ്ഞു മര്യാദയ്ക്ക് വരണം പടങ്ങൾ ചെയ്തു പറഞ്ഞിട്ട് ഞാനിപ്പോ കുറച്ച് വാദങ്ങൾ തുറന്നിട്ടുണ്ട്. ഞാൻ ഇന്ദ്രനീതിന്റെ അടുത്ത് പടം തുറന്നതിന് തലവിഷയം പറഞ്ഞു മീശ പരിപാടി അൺസ്കോഡന്റെ ആ ഒരു പരിപാടി ഹോൾഡിംഗ് ബ്രേക്ക് മീശ എടുക്കുന്ന പരിപാടി അവര് പറഞ്ഞാണോ ഞാൻ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല. ഞാൻ പറഞ്ഞു അത് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പരിചയപ്പെട്ട ആളുടെ മാറ്റേഴ്സ് നമ്മളൊക്കെ ചെയ്ത് വെച്ചത് എടുക്കലൊക്കെ നമ്മൾ കുറെ പോയി ചീപ്പ് എടുത്തിട്ട് നമ്മള് തലയുന്നതും പിന്നെ മീശ ഇല്ലാത്ത മീശ നമ്മൾ ചെയ്യുന്നതും പിന്നെ അതും പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ ഓവർ ദി മൂഡായി പോകുന്ന സമയത്ത് വളരെ എന്റെ രാജ്യത്തിനെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ട് കുറച്ചോളം ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കുറച്ചിട്ടുണ്ട്. അല്ല ഞാൻ പറഞ്ഞത് തിയേറ്ററിൽ ഒന്ന് കൂടുതലൊക്കെ നല്ലല്ലോ, നമ്മൾ കൂടുതലൊരു പോയിട്ട് പറഞ്ഞു തരണം. പിന്നെ പുള്ളിയുടെ പടത്തിന്റെ ക്യാമറമാൻ നമ്മുടെ കണ്ണൂർ സ്പോട്ടിന്റെ ഡയറക്ടറായിരുന്നു. ഇവര് നമ്മളോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ പല പ്രവർത്തനം ചെയ്തിട്ട് പോകുന്നു പറഞ്ഞിട്ടില്ല, നമുക്കറിയാം. കുറെ നാള് വീട്ടിലിരുന്നുണ്ടോ ഞാൻ മൂന്നാമത്തെ പോലീസ് ക്യാരക്ടറാണ് ചെയ്യുന്നത്. അത് ആദ്യത്തെ പോലീസ് ക്യാരക്ടർ വാർത്തകളിൽ പറഞ്ഞ സിനിമയില് പോലീസ് കോൺസ്റ്റബിൾ ആണ്, CPO ആയിരുന്നു. ഇനി ജഗന്റെ മൂവിയില് ഇറങ്ങിയില്ല, അതില് SI ആയിട്ടാണ്, പ്രൊബേഷൻ പീരീഡിൽ വരുന്ന SI ആയിട്ടാണ്. ഇതിപ്പോ CA ആയി. അപ്പൊ ഇരുത്തം വരുമല്ലോ കോൺസ്റ്റബിളിൽ നിന്ന്, ഇതുപോലെ SI ആയി, അപ്പോൾ CA ആയി. അതിന്റെ ഇരുത്തം നന്നായിരിക്കും. ഇരുന്നിട്ട് IG ആയിരിക്കും. സീസണൊക്കെ കഴിഞ്ഞ് ആ ചോദ്യമൊക്കെ ഔട്ടായി പോയി. നമ്മളെ അത് എവിടെയാ ഇത് മോളെ ഇതൊക്കെ സെൻസർ ചെയ്ത് ഇവിടെ സെൻസർ ബോർഡൊക്കെ ഉണ്ട്. ഇതൊക്കെ സെൻസർ ചെയ്തിട്ട് 16% ഒക്കെ അല്ലേ കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ വരുന്നത് സിനിമയിൽ. അത് ആൾക്കാരെ ഇൻഫ്ലുവൻസറിന്റെ ഉത്തരമൊക്കെ കുറെ പേര് ഓടി ഉത്തരങ്ങളല്ലേ എടുത്ത് എന്താ സ്വാധീനിക്കുന്നതെന്ന് തോന്നുന്നുണ്ടോ? ചിലപ്പോ സ്വാധീനിക്കാം. നിന്നെ സ്വാധീനിച്ചിട്ടുണ്ടോ? ഇല്ല. നിന്നെ സ്വാധീനിച്ചിട്ടുണ്ടോ? ഇല്ല. നിന്നെ ഇവിടെ അത്ര ആൾക്കാരുണ്ട്. സ്വാധീനിച്ചിട്ടുണ്ടോ? ഉത്തരം കിട്ടിയില്ലേ? ഇത്രയും കൂടെ സ്വാധീനിച്ചിട്ടില്ല. അപ്പൊ പിന്നെ നിങ്ങളൊക്കെ സ്വാധീനിക്കില്ല, നിങ്ങളെ സ്വാധീനിച്ചു. ഒരു ഗ്രാമം മൊത്തം കത്തിച്ച ആളാണ്. അമ്മൂക്കിനെ കൊണ്ട് രാത്രി പാതിരാത്രിയൊക്കെ പോയിട്ട് രാത്രി എഴുതാൻ നിന്നെ സ്വാധീനിച്ചിട്ടില്ലല്ലോ.
എന്നെ സംബന്ധിച്ചിട്ട് നമുക്ക് കിട്ടിയത് രണ്ടുമുണ്ട്. ചിലപ്പോ നമുക്ക് ഉഴപ്പാം, പക്ഷെ ഇതൊക്കെ അൾട്ടിമേറ്റ്ലി ഇതിന്റെ ഡയറക്ടറെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലപ്പോ നമ്മളിപ്പോ ഞാനും അജുവും അല്ലെങ്കിൽ സിബ് ചേട്ടൻ അല്ലെങ്കിൽ നീം ചേട്ടനൊക്കെ ഉള്ള സെറ്റ് ആണെങ്കിൽ ഉഴപ്പാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. മനസ്സിലായില്ലേ? ഹൈ ചാൻസസ് ഉഴപ്പിന് സാധ്യതയുണ്ട്. കാരണം എല്ലാത്തിനകത്ത് ഉഴപ്പ് ചിലപ്പോൾ നമുക്ക് കണ്ടത് വരും. പക്ഷെ അവിടെ സംവിധായകനോട് നമുക്കൊരു ബഹുമാനവും ഒരു കടിഞ്ഞാണ് കൺട്രോൾ സംവിധായകൻ എന്തായാലും ഉണ്ടാവും. അത് എന്റെ ചേട്ടന്റെ സെറ്റിൽ പോയപ്പോഴും ഞാനുണ്ട്, ബേസിലുണ്ട്, അവിടെ ധീരജുള്ള ദിവസമുണ്ട്. നമ്മള് ഭീകര ഉഴപ്പാണ് ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ തന്നെ. പക്ഷെ അവിടെ ഒരാൾ വന്നിട്ട് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അച്ചടക്കത്തോടെ അവിടെ പോയി ഇരിക്കും. ഇപ്പോ നീം അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ചെയ്യുന്ന ദിവസം എന്നോട് പറഞ്ഞു അങ്ങനെ എത്ര മണിക്കാണ് അവിടെ ഷൂട്ട്. അപ്പോ ഞാൻ പറഞ്ഞു ഇവിടെ 6 മണിക്കൊക്കെ ഫസ്റ്റ് ഷോട്ട് വന്നു. 6 മണിക്ക് പട്ടി പറഞ്ഞിട്ട് ഞാൻ 10 മണിയൊക്കെ വരും. ഞാൻ നോക്കുമ്പോ 6:10 അവിടെ റെഡി ആയിട്ട്. അപ്പോ അവിടെ അതുപോലെ ആളുണ്ടാവുമ്പോ കറക്റ്റ് അനുസരണം അവിടെ വരും. അപ്പൊ അവിടെ വലിയ ഇതൊന്നും കളിച്ചിട്ട് കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് തോന്നുന്ന സ്ക്രിപ്റ്റുകൾ ഒരു ബലമില്ലാതെ വന്നു കഴിഞ്ഞാൽ സിനിമയ്ക്ക് വലിയ പരാജയം സംഭവിക്കുന്നത് നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് സെലക്ട് ചെയ്ത് പ്രജാപതി സുഹൃത്തുക്കളുടെ വലയത്തിലാണ് സിനിമ നമ്മൾ ചെയ്യാറുണ്ട്. സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ പുറകോട്ട് പോകാറുണ്ട്. എനിക്ക് തോന്നുന്നു, സ്വയമായിട്ട് എനിക്ക് തോന്നുന്നതാണ്. സ്ക്രിപ്റ്റുകൾക്ക് ഒരു ബലമില്ലെങ്കിൽ സിനിമയ്ക്ക് ഒരു പരാജയം വലുതായിട്ട് സംഭവിക്കാറുണ്ട്. അതെന്താ സംശയം? അതല്ലേ ഫൗണ്ടേഷൻ. ഇതിൽ ഉത്തരം ഉണ്ടല്ലോ. നമ്മൾ അഭിനയിച്ച സിനിമകൾക്കൊന്നും അതില്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വളരെ സത്യസന്ധമായിട്ട് നമ്മൾ ഒരു സിനിമയിൽ അഭിനയിച്ചു. എന്തിനാണ് നമ്മൾ അഭിനയിച്ച സിനിമ? നമ്മുടെ സൗഹൃദത്തിന്റെ പുറത്തല്ലേ? അവിടെ നമ്മൾ സ്ക്രിപ്റ്റ് ചോദിച്ചു, ആരെങ്കിലും ചോദിച്ചു, നിങ്ങൾ ചോദിച്ചു, ഞാൻ ചോദിച്ചു, സ്ക്രിപ്റ്റിന്റെ ഫലത്തിനെ കുറിച്ച് അന്വേഷിച്ചോ? ഇല്ല. ബന്ധങ്ങളുടെ പുറത്തല്ലേ നമ്മൾ പോകുന്നത്. അപ്പോഴും ആ സിനിമയൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് വലിയ വലിയ ബാനറുകളാണല്ലേ. അവരൊക്കെ അവരുടെ ഒരു വിശ്വാസം ഉണ്ടാവുമല്ലോ, അവരും അറിയാവുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ അവരുടെ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ. നമ്മൾ അവരെ വിശ്വസിച്ച് പോകുന്നു. ചേച്ചിനെ കേട്ടു, അപ്പൊ എനിക്കൊരു 90% ഓക്കെയാണ്. കാരണം ചേച്ചി അതുപോലെ ഒരു ബാനറിന്റെ സക്സസ് റേറ്റിൽ ഒരു ബാനർ കേൾക്കുമ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവര് ഇതിന് കാശ് മുടക്കുള്ളൂ. അതുപോലെ നമ്മൾ ചെയ്ത സിനിമകളൊക്കെ തന്നെ അവർക്കൊക്കെ ആ സ്ക്രിപ്റ്റിന്റെ പുറത്ത് വിശ്വാസം ഉള്ളതാണല്ലോ. നമ്മൾ അവരെ വിശ്വസിച്ചിട്ടില്ലേ നമ്മൾ പോകുന്നത്. ഇത് പാളി പോകുന്ന എവിടെയാ? എക്സിക്യൂട്ട് ചെയ്ത് വരുമ്പോൾ പാളി പോവാം അല്ലെ. പടം ഷൂട്ടിനിടയിൽ പാളി പോവാം, അല്ലെങ്കിൽ വിചാരിച്ചതുപോലെ അതുപോലെ വർക്ക്ഔട്ട് ആയില്ലെങ്കിൽ പാളി പോവാം. ഏത് ഘട്ടത്തിൽ വേണം പാളി പോവാം. പിന്നെ ചില സിനിമകൾ നമ്മൾ പറഞ്ഞ പോലെ എല്ലാവർക്കും യുനാനിമസ് ആയിട്ട് ഇഷ്ടപ്പെട്ടാലേ സൂപ്പർ ഹിറ്റിലോട്ടൊക്കെ ഒരു സിനിമ എത്തുന്നുള്ളൂ. യുനാനിമസ് ആയിട്ട് ഇഷ്ടപ്പെടണം. അപ്പൊ അത് വലിയ വലിയ എന്താ പറയണ്ട, വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ് സിനിമ ഇഷ്ടപ്പെടുക എന്നുള്ളത്. ഇപ്പൊ ഇന്നിപ്പോ ഈ വർഷം ഇറങ്ങിയ എത്ര സിനിമകളാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ, ഞാൻ ആസിഫ് പോയിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരുമിച്ച് മോളുടെ ബർത്ത്ഡേക്ക് ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. സർക്കിറ്റ് ഭയങ്കര നല്ല സിനിമയാണെന്ന് അഭിപ്രായം വന്നു. ഓക്കെ, ഇവിടുത്തെ റിവ്യൂസ് എല്ലാവരും തന്നെ നല്ല അഭിപ്രായം പറഞ്ഞു. എന്തുകൊണ്ട് തിയേറ്ററിൽ ആള് വന്നില്ല? എന്താണ് നല്ല സിനിമ വന്നു, നല്ല സിനിമയാണെന്ന് അഭിപ്രായം വന്നപ്പോൾ പുള്ളിക്ക് അതിന് വിഷമം ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളി എന്നോട് പറയുന്നില്ല ആള് വരുന്നില്ല. അതെന്തുകൊണ്ടാണ്? നല്ല സിനിമയാണ്, ഇവിടുത്തെ റിവ്യൂസും ക്രിട്ടിക്സ് ഒക്കെ അഭിപ്രായം പറഞ്ഞിട്ടും തിയേറ്ററിലോട്ട് നല്ലതാണെങ്കിൽ പോലും തിയേറ്ററിലോട്ട് ആളുകൾ വരുന്നത് ഇപ്പൊ കുറഞ്ഞു ഭയങ്കരമായിട്ട്. അത്രയും ചൂസ് ചെയ്യുക ആൾക്കാർ. സിനിമ നന്നായതുകൊണ്ട് കാര്യമില്ല, എല്ലാ ഘടകങ്ങളും മാർക്കറ്റിംഗ് തൊട്ട് ഇത്രയും ഫാക്ടേഴ്സ് ഒക്കെ നന്നായി വന്നാലും മാത്രമേ ഒരു സിനിമ ഇതുള്ളൂ. പിന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് വേണ്ട സിനിമ. തിയേറ്ററിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള വക ഉണ്ടെന്ന് കണ്ടാൽ മാത്രമേ ആൾക്കാർ ഇന്ന് തിയേറ്ററിലോട്ട് വരുന്നുള്ളൂ. അപ്പൊ അതിലുള്ള എക്സെപ്ഷൻ ആണ് പ്രിൻസ് പോലുള്ള സിനിമകൾ. കാരണം അത് കുടുംബ ചിത്രമാണ്. സാധാരണ നമ്മൾ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞു, കാരണം പ്രിൻസിന്റെ വിജയം എന്ന് പറയുന്നത് സാധാരണ കുടുംബ ചിത്രം. പക്ഷെ ദിലീപേട്ടന്റെ ഒരു ആവറേജ് സിനിമ പോലും ഒരു ആവറേജ് ആയാൽ തന്നെ ദിലീപേട്ടന്റെ പടം ഹിറ്റാണ്. കാരണം കുടുംബ ജനപ്രിയനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ആവറേജ് സിനിമ വന്നാൽ തന്നെ അല്ലാണ്ട് അത് ഹിറ്റാണ്. അപ്പൊ ഈ സിനിമ ഇപ്പൊ ഇത്രയും ആൾക്കാർ വരാൻ സാധ്യത, അല്ലെങ്കിൽ നമ്മൾ കണ്ടൊരു സാധ്യത വെച്ചാൽ ഇതിനൊരു തിയേറ്റർ എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റുന്ന ഒരു വിശ്വാസമാണ്. അതൊരു ഓർഡിനറി സിനിമയല്ല, ഇത് വെൽ മെയ്ഡ്, അത്യാവശ്യം ക്വാളിറ്റി ഉള്ള, ടെക്നിക്കലി സൗണ്ട് ആയിട്ടുള്ള ഈ പറഞ്ഞ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കൊടുക്കാൻ സാധ്യതയുള്ള സിനിമ ആയതുകൊണ്ടാണ് നമ്മൾ ഇതിനെ പുഷ് ചെയ്യുന്നതും നമ്മൾ എടുത്തു പറയുന്ന കാര്യം അതാണ്. അപ്പോൾ ആ രീതിയിൽ ഇന്നത്തെ സിനിമക്ക് ഡെഫിനറ്റ്ലി തിയേറ്റർ എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ സിനിമ തിയേറ്ററിൽ വീണു. എന്തൊക്കെയോ ചോദിച്ചു, എന്തൊക്കെയോ പറഞ്ഞു. വലിയ റിവ്യൂ ചെയ്തിട്ട് ആളുകളാണ് നമ്മുടെ സിനിമയ്ക്കാണ് നല്ല റിവ്യൂസ് ആണ്.
ഒരു മോശം പറഞ്ഞിട്ടില്ല. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സിനിമ എനിക്ക് വരെ പറയുന്നത് നമ്മൾ അതിനകത്ത് സന്തോഷവാനാണ്. ഞാൻ ഉൾപ്പെടെ ഞാൻ സന്തോഷവാൻ തന്നെയാണ്. പക്ഷെ ആ സിനിമയും വേണ്ടത്ര രീതിയിലേക്ക് തിയേറ്ററുകൾ ആളുകൾ എത്തുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അതാ പറഞ്ഞത്, അതിനു വേണ്ടിയാണല്ലോ നമ്മളിപ്പോ ഈ സക്സസ് മീറ്റും ഇതെല്ലാം ഇതിന്റെ മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ടാണല്ലോ നമ്മൾ തിയേറ്ററിൽ ആൾക്കാരെ കൊണ്ടുവരാനും ആൾക്കാരെ അറിയിക്കാനും. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇന്നിപ്പോ ഇവിടെയുള്ള പലരും കണ്ടു, ഇതിലുള്ള എത്രയോ പേരിനോട് പറഞ്ഞു ചേട്ടാ കൊള്ളാന്ന് പറയുന്നു, ഇവരൊരു 10 പേരെടുത്ത് പോയി പറയും. ഈ പറയുന്ന വേർഡ് ഓഫ് മൗത്ത് തന്നെയാണ് ഒരു സിനിമയെ വിജയിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നു. ആൾക്കാർ 10 പേര് കണ്ട ആൾക്കാർ അടുത്ത 10 പേരെടുത്ത് പറയുമ്പോൾ അവര് പോയി കണ്ട് കാര്യമുള്ളൂ. കാരണം ഒരു പരിധി വരെ ഒന്നും ക്രിറ്റിക്സിനോ റിവ്യൂസിനോ അല്ലെങ്കിൽ എന്ത് നെഗറ്റീവ് റിവ്യൂസിനോ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. ഒരു പരിധി കൂടുതൽ അത് ഞാൻ പറഞ്ഞത് ഭയങ്കര സബ്ജക്റ്റീവാണ്. എനിക്കൊരു സിനിമ ഇഷ്ടമായി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്കത് ഇഷ്ടപ്പെടണമെന്നില്ല, എനിക്ക് ഇഷ്ടമാകുന്ന സിനിമ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാം. ഇതിലൊരു കാര്യമില്ല. നിങ്ങൾ പോയി കണ്ട് തീരുമാനിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ കേസ്. ഇല്ല ഞാൻ അത് ദിലീപേട്ടൻ സിനിമയില്ല. ദിലീപേട്ടൻ ആട്ടങ്ങൾ കഴിഞ്ഞിട്ട് ഞാനൊരു 10 ദിവസം ഒക്കെ ഉള്ളൂ ആ സിനിമയിൽ. 7 സിനിമകളോട് അത് തീർച്ചയായിട്ടും ഒരു കൺട്രോൾ ചെയ്ത ഒരു സംഭവം തന്നെ. അടുത്ത ആഴ്ച പോയിരുന്ന 6 സിനിമ അത് ഞാൻ ഇങ്ങനെ പറയാം, ഓരോരുത്തരുടെ ആഗ്രഹമാണല്ലോ മൂവി എടുക്കാന്നുള്ളത്. അതല്ല, ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് സൈഡിൽ നിന്നായാലും ഡിസ്ട്രിബ്യൂട്ടർ സൈഡിൽ നിന്നായാലും അത് ചിന്തിച്ച് തീരുമാനമെടുക്കാൻ പറ്റിയ സംഭവങ്ങളുണ്ട്. വലിയ പൈസ മുടക്കിയ സിനിമകൾ ഓഡിയൻസ് കേടുന്നില്ല, അപ്പൊ അതൊരു ഇഷ്യൂ തന്നെ അല്ലേ? ഇപ്പൊ എല്ലാരും ഇത് കണ്ടോണ്ടിരിക്കുകയാണല്ലോ ഇൻഡസ്ട്രിയിൽ ഇത് നടക്കുന്നത്. പറ്റി എല്ലാവരും ഒന്ന് ആലോചിക്കേണ്ട ഒരു കാര്യമാണത്. അല്ല അതെന്താ വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ വർഷം കഴിഞ്ഞ കുറച്ച് ഇതായിട്ട് ഇപ്പം സമ്മർ ടൈമാണ്, ഏപ്രിൽ മെയ് അവധിക്കാലമാണ്. ഇപ്പൊ ജൂൺ കഴിഞ്ഞാൽ മഴ തുടങ്ങും, അല്ലെങ്കിൽ സ്കൂൾ തുറക്കും. സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ തിയേറ്ററിലോട്ട് ആൾക്കാർ മൺസൂൺ തുടങ്ങി കഴിഞ്ഞാൽ ആൾക്കാർ വരും. അപ്പൊ ഈ സമ്മറിനെ സംബന്ധിച്ച സീസണാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ സിനിമ കാണാൻ വരുന്ന സമയം. അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാ ആഴ്ചയും ഈ കഴിഞ്ഞ എല്ലാ ആഴ്ചയും തന്നെ 4 സിനിമകൾ ഉണ്ട്. കാരണം ഇതൊക്കെ അവർക്ക് തീരുമാനിക്കേണ്ടത് അതത് പ്രൊഡ്യൂസേഴ്സും അവരുമാണ് തീരുമാനം എടുക്കേണ്ടത്. ഇത് കൺട്രോൾ ചെയ്യാന്ന് പറയുന്നത് പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ബാധ്യതയല്ല ഇത് കൺട്രോൾ ചെയ്യുന്നത്. ആ ബാനറും ആ സിനിമയുടെ ബന്ധപ്പെട്ട ആൾക്കാരുമാണ് ഇത് തീരുമാനിച്ച് അവരുടെ സിനിമ ഞങ്ങൾക്ക് ഈ റിലീസ് വേണം, നമുക്ക് ഈ സമ്മർ കഴിഞ്ഞു പോയാൽ തിയേറ്ററിൽ ആള് കയറില്ല എന്നൊക്കെ അറിഞ്ഞിട്ടാണ് അവര് കൃത്യമായി പ്ലാൻ ചെയ്തിട്ടായിരിക്കും അവര് റിലീസ് ചെയ്യുന്നുണ്ടാവും. പിന്നെ എന്താന്ന് വെച്ചാൽ നമ്പർ ഓഫ് സിനിമകൾ എണ്ണം വളരെ കഴിഞ്ഞ കുറച്ച് വർഷത്തിനിടയിൽ ഒരുപാട് കൂടി. അത്രമാത്രം സിനിമകൾ ഈ വർഷത്തേക്ക് അത് കുറഞ്ഞു. പക്ഷെ കഴിഞ്ഞ വർഷം അതിന് മുന്നത്തെ വർഷം കോവിഡിന് ശേഷമൊക്കെ ആൾക്കാർ, കാരണം എല്ലാവർക്കും ജോലി വേണ്ടേ, എല്ലാവർക്കും പണി വേണ്ടേ. കോവിഡിന് ശേഷമല്ലേ നമ്മൾ ഈ പറഞ്ഞ ഡിജിറ്റൽ മീഡിയ ഇതൊക്കെ വളർന്നത്, ഇതിനോടൊപ്പം അല്ലേ ഡിജിറ്റൽ വളർന്നു, ഓൺലൈൻ വന്നു, ഇതൊക്കെ ഈ വളർച്ചയൊക്കെ സംഭവിച്ചതാണ്. അപ്പൊ ആൾക്കാർക്ക് ജോലി വേണം, പുതിയ പുതിയ സിനിമകൾ സംഭവിക്കണം. അപ്പൊ അത്രമാത്രം കോവിഡിന് ശേഷം സിനിമകൾ പെരുകി എന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണം കൂടി. അപ്പൊ ഇതെല്ലാം അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഇതില്ല ഒരു വർഷത്തിനകത്ത്. അപ്പൊ സ്വാഭാവികമായിട്ട് എല്ലാ ആഴ്ചയും 3-4 റിലീസ് ഇതിന് ശേഷം വന്നു. അത്രയും അത് പിന്നെ കുറെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് വന്നു, OTT വന്നു, പാതി വഴിയിൽ നിന്ന് പോയ കുറെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, OTT റിലീസുകൾ വന്നു. അപ്പോ ഈ ഡിമാൻഡും സപ്ലൈന്റെ മാറ്ററാണിത്. അപ്പോ ഇപ്പോ ഈ പറഞ്ഞ 7 റിലീസ് ഇതൊന്നും അസോസിയേഷൻ ഇതിനകത്തൊന്നും ചെയ്യാനുള്ള ഇതില്ല. അതത് ബാനറിന് ചെയ്യാന്നുള്ള മാത്രമേ. ലിസ്റ്റ് പുറത്തു വിടുന്നുണ്ട്, നമ്മുടെ ചെലവ് കണക്കുകൾ, തിയേറ്ററിൽ ഓടിയ എന്റെ കണക്കുകൾ, അതുമായിട്ട് വലിയ വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വിജയബാബു ഒരു പോസ്റ്റ് എന്റെ സിനിമ ലാഭത്തിലാണ്, നിങ്ങൾ കണക്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. മേഡം അസോസിയേഷൻ്റെ ഒരാളാണ് എന്ന് നടക്കത്തില്ല, മത്സരിച്ച ഒരു വ്യക്തിയൊക്കെയാണ്. അത്തരം കണക്ക് കൊടുത്ത് സിനിമാ മേഖലയ്ക്ക് തകർച്ചയായിട്ട് ഞാൻ സ്വയം കാണുന്നുണ്ട്. പല പ്രൊഡ്യൂസർമാരും വന്ന് തിരിച്ചു പോകും, പല സ്വപ്നങ്ങളില്ലാതാവും, സ്വപ്നങ്ങളില്ലാതാവുന്നുണ്ട്. അവരവിടെ നിങ്ങൾ ഒരു പ്രൊഡ്യൂസറെ വിളിച്ചുകൊണ്ട് വരുന്നേ ആ സമയത്ത് ഇങ്ങനെ കണക്ക് പുറത്തുകൊണ്ട് നഷ്ടക്കണക്കുകൾ ലാഭത്തിലാണ്. ജനുവരിയായിട്ട് സിനിമയുടെ കുറേ ലാഭം വിറ്റടിച്ച സിനിമകളുണ്ടോ നമ്മള് ലോകമെമ്പാടും അറിയിച്ചു മലയാള സിനിമ. അതിന്റെ ഇടയിലാണ് ഇങ്ങനെ കണക്കുകൾ പുറത്തുള്ളത്. അത് മേടത്തെ സംബന്ധിച്ചപ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാകും. ഈ സിനിമ ഉൾപ്പെടെയാണ് ചോദിക്കുന്നത്. അവര് അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള കാരണം എനിക്ക് തോന്നുന്നത് ഒരുപാട് OTT ആദ്യം നമുക്ക് കോവിഡ് കഴിഞ്ഞപ്പോൾ OTT വന്ന ഒരു വലിയൊരു മീൻസ് ഇൻഡസ്ട്രിയിൽ ഒരു ബൂം ഉണ്ടാക്കി, ഒരുപാട് മൂവീസ് എടുത്തു. പക്ഷെ ഒരു പോയിന്റിലൊക്കെ നിർത്തി. അപ്പം നമ്മൾ ഒരുപാട് മൂവീസ് പോകാതിരിക്കുക ഇല്ല, ഒരുപാട് പ്രൊഡ്യൂസേഴ്സിന് നഷ്ടമുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു നഷ്ടം കൂടുതൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം.
കാരണം ഇതിപ്പം നമ്മളായിരിക്കും നേരത്തെ OTT പ്ലാറ്റ്ഫോംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൂവി ഇറങ്ങുന്നതിന് മുന്നേ എടുക്കുമായിരുന്നു. അപ്പോൾ ആരും എടുക്കുന്നില്ല. ഇപ്പോൾ അവർ തിയേറ്ററിൽ റിലീസായ അതിൻ്റെ ബോക്സ് ഓഫീസ് നമ്പേഴ്സ് ഒക്കെ കണ്ടിട്ട് അവർ എടുക്കുള്ളൂ. അപ്പം അങ്ങനെ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു പ്രൊഡ്യൂസേഴ്സിന് അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് ഇനി വരുന്നവർക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അവരൊന്നും വിചാരിച്ചിട്ടായിരിക്കണം അതാ ഫീൽ ചെയ്തത്. കാരണം ഒരു ബിസിനസ്സിനെ അത് കംപ്ലീറ്റ്ലി അത് ബാധിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. ഇൻഡസ്ട്രി ഭയങ്കര ലോസിൽ പോകില്ല. എല്ലാ മൂവിയും നമുക്ക് തിയേറ്ററിൽ ഓടി നമുക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് പ്രൊഡ്യൂസറിനുള്ള ഒരു സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഈ OTT പ്ലാറ്റ്ഫോമും സാറ്റലൈറ്റും ആയിരുന്നു. അപ്പോൾ നമുക്ക് OTT വന്നപ്പോൾ സാറ്റലൈറ്റിൻ്റെ നമുക്ക് കുറഞ്ഞു. ഇപ്പം എല്ലാ മൂവിയും സാറ്റലൈറ്റ് പോകുന്നില്ല. അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ പ്രൊഡ്യൂസേഴ്സ് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ കൊണ്ടായിരിക്കണം. അല്ല മേഡത്തിന് ഇപ്പൊ ഈ സിനിമയുടെ തന്നെ കണക്ക് അടുത്ത മാസം കണക്ക് പുറത്തുകൊണ്ടാണ് ബിസിനസ് നടന്നിട്ടുണ്ടാവും. ബിസിനസ് OTT ബിസിനസ് നടക്കാം, സാറ്റലൈറ്റ് ബിസിനസ് നടക്കാം, ഓവർസീസ് നടക്കാം. ഇതിന്റെ എല്ലാം കൂടെ കൂടുതൽ കണക്ക് വിട്ടുകയാണെങ്കിൽ അത് സിനിമ ഒരു പരാജയമായിട്ട് കാണാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ചേർക്കണം എന്നൊരു ആഗ്രഹമാണ്. അതൊരു ഗ്രൂപ്പ് അസോസിയേഷൻ എടുക്കുന്ന ഒരു തീരുമാനമല്ലേ. അപ്പൊ നമ്മൾ പേഴ്സണലി നമുക്ക് അങ്ങനെ പബ്ലിക് എന്റെ തീരുമാനം ഇതാണ് എന്ന് എനിക്ക് പറയുന്നത് ശരിയല്ല. നമ്മൾ അവരുടെ കൂടെ നിൽക്കുക, അസോസിയേഷന്റെ കൂടെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ആഗ്രഹം ഉണ്ടാക്കാനാണ്. എന്താ എല്ലാ കണക്കിലും ഒരുമിച്ച് കൊണ്ടുപോകും. എന്റെ സ്വന്തം ഹെഡ്സെറ്റ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. എന്താ അത് ഏതാണ് ട്രാക്ക്? അത് എന്ത് പാട്ടാണ്? മൈക്കിൾ ജാക്സൺ അല്ലല്ല സിനിമയിൽ സിബിയിലാണോ? നീയാണോ മൈക്കിൾ ജാക്സൺ? സിബിയിലാണോ അത്? ഫസ്റ്റിലുള്ള സോങ് അല്ലേ? ഫസ്റ്റ് ഓക്കെ ചെയ്തോട്ടെ. ഈ ഇതൊക്കെ എന്തിനാണ്? അവര് പറഞ്ഞു, ഞാൻ വെച്ചു. ഒരു കോംബോ വരുന്നുണ്ടെന്ന് പറഞ്ഞു. പ്രൊഡ്യൂസ് ചെയ്യണം. അതിന്റെ അപ്ഡേഷൻ ഒന്ന് പറയുമോ? അതുണ്ടോ? ഞാൻ എവിടെയും അങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മൾ അൻവറിന്റെ ഒരു പ്രോജക്റ്റ് ഉണ്ട്. എല്ലാവർക്കും ആഗ്രഹമാണല്ലോ അതിൽ കാര്യമായിട്ട്. ആരായാലും തീരുമാനിച്ചിട്ടില്ല. മാസങ്ങളായിരിക്കും. തീരുമാനിച്ചിട്ടില്ല. പ്രോജക്റ്റ് ഉണ്ട്, അത്രയും. റിവ്യൂ അടിസ്ഥാനത്തിൽ എല്ലാവരും നല്ല റിവ്യൂ പറഞ്ഞിട്ട് പോകുന്നു. എല്ലാവരും നെഗറ്റീവ് ആ പടത്തിന്റെ കറക്റ്റീവ് റിവ്യൂ ഓൺലൈൻ മാധ്യമങ്ങളിൽ വരാറില്ല. ആകെ ഒരു അശ്വിൻ കോപ്പൊക്കെയാണ് അത്യാവശ്യം 90% എങ്കിലും സിനിമയുടെ റിവ്യൂ കറക്റ്റായിട്ട് പറയുന്നത്. പക്ഷെ പലരും ഈ പോസിറ്റീവ് റിവ്യൂ കണ്ടിട്ട് സിനിമ കാണാൻ പോയിട്ട് വളരെ വിഷമത്തോടെ ആ പടം വളരെ മോശമായിരുന്നു എന്ന് പറഞ്ഞ അനുഭവം. ഈ ഒരു പടം ഇറങ്ങുമ്പോൾ അതിന്റെ കറക്റ്റ് റിവ്യൂ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ കറക്റ്റ് പൾസ് അറിയിക്കുക ആ പടം മുന്നിൽ വരണം. അതിന്റെ ഫസ്റ്റ് എക്സാമ്പിൾ ആണ് പൊന്മ എന്ന സിനിമ. പൊന്മ എന്ന സിനിമ ഇതേപോലെ എല്ലാ പടത്തിലും നല്ല റിവ്യൂ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വിചാരിച്ച് പലരും തിയേറ്ററിൽ പോയില്ല. ആ പടം അക്ഷരാർത്ഥത്തിൽ മലയാളത്തിലെ ഏറ്റവും ബെസ്റ്റ് മൂലമാണ്. പലരുടെ നമുക്കൊന്നും അല്ലാണോ നിന്റെയാന്ന് പറയണത്? അല്ല നിന്റെയാന്ന് പറയണം. അല്ല ഞങ്ങളൊക്കെ ഉള്ളത് നിന്റെയാന്ന് പറയണത്. അഷ്ടമിയൊക്കെ ഉള്ളത് സന്തോഷം നിന്റെയാന്ന് പറയണം. നിന്റെയാന്ന് പറഞ്ഞു ആ നിന്റെയാന്ന് പറയാം. ബാക്കിയുള്ളതെന്ന് പറയണ്ടത് നമ്മളൊക്കെ വിട്ടതാവും പറയണം. ആ നിന്റെയാന്ന് പറയാം. ഓക്കെ ആ
ആ അതാ പറഞ്ഞത് ഫസ്റ്റ് ഇപ്പൊ എന്താ ചോദ്യം? അവർക്ക് അവരുടെ സെൻസിബിലിറ്റി വെച്ചിട്ട് അവര് പറയാൻ പറ്റുള്ളൂ. ഓരോരാൾക്കും ഓരോ ബുദ്ധി ആലോചനയല്ലേ. അത് നീ ഇപ്പൊ നീ എന്താ കറക്റ്റായിട്ട് റിവ്യൂ പറയാതെന്ന് വെച്ചാൽ നമുക്ക് ഇതിനെ പിടിച്ച് അടിക്കാൻ പറ്റുമോ? ഇതിന്റെ ചോദ്യം ഭയങ്കര അടിസ്ഥാനമാണ്. ഞാൻ പറഞ്ഞുതരാം. ഞാൻ നേരത്തെ അതിനാണ് പറഞ്ഞത്, സിനിമ വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. നിനക്ക് ഇപ്പൊ പൊന്മാൻ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചോ, ഇവിടെയുള്ള എല്ലാവർക്കും പൊന്മാൻ ഇഷ്ടപ്പെടണമെന്നില്ല. നീ പറയണം പൊന്മാൻ ഗംഭീര സിനിമയാണെന്ന്. പക്ഷെ ഈ പൊന്മാൻ ഇഷ്ടപ്പെടാത്ത എത്രയോ പേരുണ്ടാവും, നമുക്ക് ഉണ്ടാവും. അതാ പറ, അത്രയേ ഉള്ളൂ റിവ്യൂന്റെ കേസ്. അല്ലേ? റിവ്യൂന്റെ കേസ് നീ ഒരാളെ വിശ്വസിക്കല്ലോ, റിവ്യൂ കണ്ടിട്ടാണോ നീ സിനിമ പോകുന്നത്? ചിലപ്പോ ആയിരിക്കും. നിന്റെ കേസല്ല. അപ്പൊ പിന്നെ അത്രയും അതുകൊണ്ട് അത്രയും അതുകൊണ്ട് നീ എന്നോട് ചോദിക്കാം, എന്തുകൊണ്ടാണ് റിവ്യൂസ് കറക്റ്റായിട്ട് റിവ്യൂ? ഞാൻ റിവ്യൂ അല്ല, നാളെ ഞാൻ റിവ്യൂ അടി ഉണ്ടാക്കും. റിവ്യൂ ഇതൊക്കെ അടിസ്ഥാനപരമായ റിവ്യൂ എന്തിനാന്ന് എനിക്കറിയാം. എന്തിനാ ഇതെല്ലാം നീ ചോദിച്ചെന്ന് വെച്ചാ എന്താണ് ഇവരൊന്നും കറക്റ്റ് പറയാത്തതാണ് നമ്മുടെ ചോദ്യം. പിന്നെ നമ്മൾ OTT-യുടെ കേസ് നീ ചോദിച്ചാല് OTT-യിൽ വരുമ്പോഴാണ് ഇത് കറക്റ്റായിട്ട് അറിയുന്നത്. അത് തെറ്റാ. കാരണം അറിയണം, ചില സിനിമകൾ നമ്മൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണം, മനസ്സിലായില്ലേ? അപ്പൊ ഞാനൊരു സിനിമ ഇതേപോലെ സിനിമ തിയേറ്ററിൽ കണ്ടു. ഓക്കെ, എനിക്ക് ആ സിനിമ തിയേറ്ററിൽ കണ്ടില്ല. കാണാത്ത സിനിമ ഞാൻ OTT-യിൽ, അത് തിയേറ്ററിൽ സൂപ്പർ ഹിറ്റ് ആയ സിനിമയാണ്. ഓക്കെ, ആ സിനിമ കണ്ടിട്ട് പിന്നെ ഞാൻ OTT-ൽ വരുമ്പോൾ കാണുന്ന സമയത്ത് ഞാൻ ഇതേപോലെ തന്നെ ഞാനൊരു ഡിസ്കഷനിൽ എനിക്കൊന്ന് അശ്വതിന്റെ അടുത്ത് അവരുടെ തന്നെ സംസാരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്താണ്, ഇത് ഭയങ്കര അഭിപ്രായമുണ്ട് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ എനിക്കൊന്ന് അശ്വതി തന്നെ പറഞ്ഞു, ആരാണ് ഇത് റിവ്യൂ തന്നെ. അവൻ പറഞ്ഞത് ഞാനത് തിയേറ്ററിൽ കാണും. തിയേറ്ററിൽ ആ സൗണ്ട് അല്ലെങ്കിൽ ആ സൗണ്ടിന്റെ കൂടെയും അല്ലെങ്കിൽ തിയേറ്ററിൽ നമുക്കത് ആ ഒരു ഇത് പരിപാടി വേറെ തന്നെയാണ്. അത് ചില സാധനങ്ങൾ അതിനെ കണ്ടാലും മാത്രമേ നമുക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഒരു വലിയ മോബിന്റെ കൂടെ ഒരു മാസിന്റെ കൂടെ കാണുമ്പോൾ ചില സിനിമകൾ നമ്മൾ ഭയങ്കരമായിട്ട് ആസ്വദിക്കും, ചില തമാശ സിനിമകൾ, ചില ത്രില്ലർ. പക്ഷെ വീട്ടിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് കാണുന്ന സമയത്ത് നമുക്കെല്ലാം ചിലപ്പോൾ നമുക്ക് എല്ലാ പാളിച്ചകളും മനസ്സിലാവും. നമ്മൾ 2-3 ദിവസമൊക്കെ എടുത്തിട്ടില്ല പല സിനിമകൾ കാണുന്നത്. അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. ഇത് എന്തുകൊണ്ടാണ് അവൻ കറക്റ്റായിട്ട് റിവ്യൂ പറയാത്തത്? നമ്മൾ റിവ്യൂ നോക്കിയിട്ടാണോ? ഇത് എത്രയോ ആൾക്കാർ റിവ്യൂ നോക്കി പോകുന്ന ആൾക്കാരൊക്കെ പോകുന്നവർ പോട്ടെ, നീ അങ്ങനെ പോകണം. അത് അതിനെ കുറിച്ച് പറയണോ? വലിയ കൊടുക്കും അതും കൂടെ. അവന്റെ നമ്പർ ഞാൻ അയച്ചു തരാം. അതിനാണ് ഞാൻ ആളെ കൊണ്ടുവന്നത്. അതിനിടയിൽ നമുക്ക് ഏറ്റവും റിവ്യൂ, എല്ലാ റിവ്യൂയിലും യുനാനിമസ് ആയിട്ട് പറഞ്ഞൊരു കാര്യം സിബിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക് ഗംഭീരമായിരുന്നു. അത് ഈ സിനിമ ഒരു പരിധി വരെ ഞാൻ രാത്രി സിബിക്ക് മെസ്സേജ് അയക്കുകയും ചെയ്തു. എന്ന് വെച്ചാൽ ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫ് അല്ലെങ്കിൽ സിനിമയെ പിടിച്ചു നിർത്തിയത് തന്നെ എല്ലാരും പറഞ്ഞു. ഞാൻ വായിച്ച കണ്ട എനിക്ക് അയച്ച റിവ്യൂസിലൊക്കെ തന്നെ എടുത്ത് പറഞ്ഞ കാര്യം ഈ സിനിമയുടെ സ്കോറിംഗ് ഗംഭീരം. അവസാന വാക്ക് ഡോക്ടർ റോണി. ഇതിലും കാണാൻ പ്രത്യേകിച്ച് കാരണമൊന്നും നമുക്ക് കാണേണ്ട ആവശ്യമില്ല. നമ്മൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ റിവ്യൂസ് നല്ലതാണ്, അവരുടെ അഭിപ്രായങ്ങൾ നല്ലതാണ്. പക്ഷെ അത് സ്വന്തം അഭിപ്രായമായിട്ട് എടുക്കാതിരിക്കുക എന്നുള്ള മാത്രമേ ചെയ്യുക. നിങ്ങളുടെ അടുപ്പമുള്ള ആരെങ്കിലും സിനിമ ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പോയി കാണുക. ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ KGF ചാപ്റ്റർ കൊണ്ട് ഇവിടെ ഭയങ്കരമായിട്ട് എന്താ പറയാ 2-ന്റെ അത്ര ഓടിയ സിനിമയാണ്. ഞാൻ ശരിക്കും OTT വന്ന ശേഷം കണ്ടതാണ്. നമുക്കത് പിന്നെ OTT വന്നപ്പോഴാണ് മനസ്സിലായി ഇത്രയും അത് ഒരിക്കലും തിയേറ്റർ എക്സ്പീരിയൻസ് മിസ്സാവാൻ പറ്റാത്ത ഒരു സിനിമയാണ്. അപ്പൊ ചില സിനിമകൾ നമുക്ക് തിയേറ്ററിൽ കണ്ടാൽ മാത്രമേ ഇഷ്ടപ്പെടുകയുള്ളൂ. ഇതൊക്കെ തിയേറ്ററിൽ കാണേണ്ടതായ വിഷ്വലി ഭയങ്കര ടെക്നിക്കലൊക്കെ സൗണ്ടായുള്ള നല്ല പെർഫോമൻസുകളുള്ള നല്ലൊരു സിനിമയാണ്. പോയി കാണാൻ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്.
ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633 888 575.